ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സമോസയുടെ റെസിപ്പിയുമായിട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് ആദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാതെ. അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അതാ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അത് കുറച്ചായി ചേർത്ത് നല്ല മയത്തിൽ ഇവിടെ കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കൂട്ട് റെഡിയായി വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ് നേരം നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ കൂട്ട്. ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല, ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ഇത്ര സമയമൊന്നുമില്ല, ആ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടർ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പേസ്റ്റായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോട്ടിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ബട്ടറാണ്. അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയിൽ മാത്രമായിട്ടും ഇത് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് കനം കുറച്ചിട്ടല്ല, ഒരു മീഡിയം കനത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സോട്ടിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇതങ്ങനെ ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. ആ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഷ്റൂമാണ്. 200 ഗ്രാം മഷ്റൂം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കനം കുറച്ചല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മഷ്റൂമിന് ഒരു 6 പീസൊക്കെ ഞാൻ ആക്കിയിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ ഒരു വെള്ളം ഇറങ്ങി വന്ന് അതൊന്ന് വറ്റി വരണം. ആ ഒരു സമയം വരെയാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ദാ മഷ്റൂമിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരു 6 കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. മുട്ടയായാലും മഷ്റൂം ആയാലും ഒക്കെ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി. അപ്പോൾ അതും കൂടെ ചേർത്തിത് ഒന്ന് ഉടഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ ചൂടാറി വന്നതിന് ശേഷം ഞാൻ മയോണൈസും കൂടെ ചേർക്കുന്നുണ്ട്. അത് മനസ്സിൽ കണ്ടിട്ടാണ് ഉപ്പിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇനി എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തന്നെ തയ്യാറാക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ അല്ല പച്ചക്കറി വെച്ചിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഞാനിവിടെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ ഒരു രീതിക്ക് ഫില്ലിംഗ് മാത്രം തയ്യാറാക്കിയിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. മയോണൈസും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും. ഇതിപ്പോൾ തന്തൂരി ഫ്ലേവറിലുള്ള മയോണൈസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. വീട്ടിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളം മയോണൈസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിരുന്നു. മയോണൈസിലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാകും. ഉപ്പ് അഥവാ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കുന്ന അത്രയും സമയം ഞാനിവിടെ മൈദയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വച്ചിരുന്നു. മൈദയുടെ കൂട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഈ ഒരു പാകത്തിന് 5 എണ്ണമാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്.
ഇനി ഇതിൽ ഒരു ഉരുളി എടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പൊടിയിട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടും തന്നെ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ നല്ല കനം കുറച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറച്ച് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഇതിനെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മൈദയുടെ കട്ടിയായിട്ടുള്ള കൂട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെള്ളമാക്കിയാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഒട്ടി നിന്നോളും. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 എഡ്ജ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ആ ഒരു കോൺ ഷേപ്പിലോട്ടേക്കായിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് കോൺ പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആവശ്യത്തിന് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ എത്രയാണോ എന്നറിയുന്നത് അതിന് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു ഷേപ്പും കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുറന്നിരിക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ച് 3ആയിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എഡ്ജ് വരെയല്ല, നടുഭാഗത്തേക്കായിട്ട് ഇതുപോലെ 3ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഫില്ലിംഗ് ഒന്ന് അമർത്തി വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം ആ ഒരു മുകൾ ഭാഗം ഒന്ന് വലിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് നമ്മൾ വെള്ളമാക്കിയത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. അതിനുശേഷം ഏതെങ്കിലും ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ഈസി ആയിട്ട് അവിടെ പറ്റിപ്പിടിക്കും. ഒട്ടും തന്നെ ഇത് പൊട്ടി വരുമൊന്നുമില്ല എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒറ്റ പരത്തലിൽ 4 എണ്ണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ ഒരു അത്യാവശ്യം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ അതൊന്ന് അനക്കാതെ വയ്ക്കുക. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈം ആയാലും വളരെ കുറവാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഫ്രൈ ചെയ്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതിപ്പോൾ 2 ഭാഗവും നല്ല പോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതുപോലെ തന്നെ ഫില്ലിംഗ് പൊട്ടി പുറത്തേക്ക് വരുമോ ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സമൂസ ഷീറ്റൊന്നും ഇനി പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല. വീട്ടിൽ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.